പുലർച്ചെ പരിപാടി കഴിഞ്ഞു മടങ്ങിയ സംഘത്തിന്റെ വാഹനമാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടത്. 20കാരിയായ നാടൻ പാട്ടുകാരി ലക്ഷ്മിയുടെ ജീവനെടുത്തത് ഈ അപകടമാണ്. കൊല്ലത്ത് നടന്ന വാഹന അപകടത്തിൽ നാടിന് നഷ്ടപ്പെട്ടത് അവരുടെ സ്വന്തം കലാകാരിയായിരുന്നു. നാടൻപാട്ട് സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം മരത്തിലിടിച്ചുണ്ടായ അപകടത്തിലാണ് ലക്ഷ്മി മരണപ്പെട്ടത്. ചടയമംഗലത്തെ പരിപാടി കഴിഞ്ഞു മടങ്ങുകയായിരുന്ന മൈനാഗപ്പള്ളിയിലെ 5 അംഗ നാടൻപാട്ട് സംഘം സഞ്ചരിച്ചിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. കൊട്ടാരക്കര ഭരണിക്കാവ് പ്രധാന പാതയിൽ സിനിമാ പറമ്പിന് സമീപമുള്ള ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തുള്ള മരത്തിലേക്കായിരുന്നു വാഹനം ഇടിച്ചു കയറിയത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അപകടം സംഭവിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ലക്ഷ്മി ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചത്. ലക്ഷ്മിയുടെ ആ സന്തോഷ നിമിഷങ്ങൾ അവളുടെ അവസാന വീഡിയോ ആയിരിക്കുമെന്ന് ആരും അപ്പോൾ കരുതിയില്ല. പുലർച്ചെ 2 മണിക്ക് പരിപാടി കഴിഞ്ഞ് ട്രൂപ്പ് അംഗങ്ങൾക്കൊപ്പം വിശ്രമിക്കുന്ന വീഡിയോ ആയിരുന്നു ലക്ഷ്മി പോസ്റ്റ് ചെയ്തത്. പരിപാടി കഴിഞ്ഞുവെന്നും വീട്ടിൽ പോകാൻ ഒരുങ്ങുകയാണെന്നുമായിരുന്നു ലക്ഷ്മി വീഡിയോയിൽ പറഞ്ഞത്. സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരുന്നു. വാണി ജയറാം, ജാനകിയമ്മ, വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയ ഗായകരുടെ ശബ്ദങ്ങൾ ലക്ഷ്മി അനുകരിച്ചിരുന്നു. റിയാലിറ്റി ഷോയിലും ശ്രദ്ധ നേടിയ കലാകാരിയാണ് ലക്ഷ്മി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും ഒന്നാമത്. അച്ഛനെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട ലക്ഷ്മി ചിതറ മാടൻകടവിൽ അമ്മയോടൊപ്പമാണ് താമസം. രാഷ്ട്രീയത്തിലും സജീവമായിരുന്ന ലക്ഷ്മി SFI കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അംഗവും കൂടിയാണ്. കൊട്ടാരക്കര സെന്റ് ഗ്രിഗേറിയസ് കോളേജിലെ BA പൊളിറ്റിക്സ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ലക്ഷ്മി. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.